അങ്ങനെ ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമ മാർക്കോ വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ റിലീസിന് വന്നു. ഒരുപാട് ഭാഷകളിലാണ് സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും സിനിമ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്. അപ്പം നെഗറ്റീവ് പറയാൻ വേണ്ടി കാത്തിരുന്നവരൊക്കെ വായയിൽ വിരൽ ഇട്ടു എന്നുള്ളതാണ്. അതിൽ ഉണ്ണിമുകുന്ദൻ തന്നെ ആ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. ആ പറയുന്നവർക്കുള്ള മറുപടിയൊക്കെ ആ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ മാർക്കോ, ഹനീഫ് അഡാനി എന്ന് പറഞ്ഞ സംവിധായകനാണ് ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായ പൊത്തിയിട്ട് മിണ്ടാണ്ട് സിനിമ കാണാനേ പറ്റുള്ളൂ. നെഗറ്റീവ് പറയുന്ന, ജാതി മതഭേദങ്ങളൊക്കെ പറഞ്ഞിട്ട് നാടിനെ നശിപ്പിക്കാൻ നോക്കുന്ന തെണ്ടികൾക്ക് മിണ്ടാതിരിക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരൊറ്റ പടം കൊണ്ട് തെളിയിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ നല്ല ബുദ്ധിക്ക് കളിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു അക്രമമായിട്ടുള്ളൊരു സിനിമ, ഒരു ഇന്ത്യൻ ലെവലിൽ ഇതുവരെ കാണാത്ത ലെവലിലൊരു സിനിമ എടുത്തപ്പോൾ അതിന് അടിപൊളി ഒരു സംവിധായകനെ തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ കുറേ കമൻറ്റുകൾ വരുന്നുട്ടാ, സംവിധായകൻ ഞമ്മക്ക എന്ന് പറഞ്ഞ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും അവിടെ വിദ്വേഷങ്ങളുണ്ട്. ഒന്നും മിണ്ടണ്ട, പടം ആദ്യത്തെ ദിവസം തന്നെ 10 കോടിക്ക് മുകളിലൊക്കെയാണ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഉണ്ണിമുകുന്ദൻ വരെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നോക്കണ്ടാന്ന്. അപ്പോൾ എന്തായാലും സിനിമ വരും നാളുകളിൽ അടിച്ച് കയറി തൂക്കിയിട്ട്, ഇപ്പോൾ ടിക്കറ്റുകളൊന്നും എവിടെയും തന്നെ കിട്ടാനില്ല, എല്ലാ തിയേറ്ററും ഹൗസ് ഫുള്ളാണ്, ഓടിയ ഷോകളൊക്കെ. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഒരു കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ. ഗുഡാപ്പിളികൾ അല്ലെങ്കിൽ ചങ്കികൾ കുങ്കികൾ എന്നൊക്കെ പറയുന്നവരൊക്കെ മിണ്ടാണ്ട് പോയിട്ട് പടം കാണുക, എല്ലാവരും പടം കാണുക, അത്രേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണോ പൊട്ടയാണോ നോക്കാണ്ട് കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ പോയിട്ട് ഏത് പൊത്തിലാണ് ഒളിച്ചിരിക്കണമെന്ന് അറിയില്ല. ഈ മഴ പെയ്യുമ്പോൾ ഈ തവള, പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി ഒളിഞ്ഞിരിക്കില്ല. അതുപോലെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും അടിച്ച് തൂത്ത് കയറി പോയിട്ടുണ്ട് പടം. കാണാൻ പറ്റാത്തവർക്കൊക്കെ പോയി കാണാൻ പറ്റുന്നൊരവസരങ്ങളാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണാം.